റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്തകളോട് പ്രതികരിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് നല്ല കാര്യമല്ലെന്നും തനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. പുടിനിൽ നിന്ന് ഞാൻ വിവരം അറിഞ്ഞു. എനിക്ക് വളരെയധികം ദേഷ്യം തോന്നിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത് വളരെ ദുഷ്കരമായ സമയമാണ്. ഇതല്ല ശരിയായ സമയം. അവർ ആക്രമിക്കുന്നത് കൊണ്ട് തിരിച്ച് ആക്രമിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇതൊന്നും ചെയ്യുവാൻ പറ്റിയ ശരിയായ സമയമല്ല ഇതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആക്രമണത്തിന്റെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തോട് നമ്മളത് കണ്ടെത്തുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നോവ്ഗോറോഡ് മേഖലയിലെ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ വന്ന 91 ഡ്രോണുകൾ തകർത്തതായാണ് ലാവ്റോവ് അവകാശപ്പെടുന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നടക്കുന്ന സമാധാന ചർച്ചകളിൽ റഷ്യ നിലപാട് മാറ്റുമെന്നും ലാവ്റോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ യുക്രൈൻ നിഷേധിച്ചിരുന്നു. സാധാരണ റഷ്യൻ നുണയെന്ന് പരിഹസിച്ചായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി റഷ്യയുടെ ആരോപണം നിഷേധിച്ചത്. പ്രസിഡന്റ് ട്രംപിന്റെ ടീമുമായുള്ള ഞങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളുടെ എല്ലാ നേട്ടങ്ങളെയും ദുർബലപ്പെടുത്തുന്നതിന് അപകടകരമായ പ്രസ്താവനകൾ റഷ്യ ഉപയോഗിക്കുന്നുവെന്നും എക്സ് പോസ്റ്റിലൂടെ സെലൻസ്കി വിമർശിച്ചു. റെസിഡന്റ് സ്ട്രൈക്ക് എന്ന കഥ കീവിൽ ഉൾപ്പെടെ യുക്രൈനെതിരായി കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനും യുദ്ധം അവസാനിപ്പിക്കാതിരിക്കുവാനുള്ള റഷ്യൻ നീക്കത്തെ ന്യായീകരിക്കുവാനും ഉള്ളതാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. എല്ലാവരും ഇപ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും കീവിൽ റഷ്യ ആക്രമണം നടത്തിയേക്കാമെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാർ ചർച്ച ചെയ്യുവാൻ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനുശേഷം യൂറോപ്യൻ നേതാക്കളുമായും സെലൻസ്കി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ഡോൺബാസ്, ക്രൈമിയ തുടങ്ങിയ പ്രദേശങ്ങൾ യുക്രൈൻ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമാധാന കരാറിലെ പ്രധാന ധാരണകളിലൊന്നെന്നാണ് റിപ്പോർട്ട്. യുദ്ധം നടക്കുന്ന ഇപ്പോഴത്തെ അതിർത്തികൾ അതേപടി അംഗീകരിക്കപ്പെടുമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു. യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തില്ലെന്ന ഉറപ്പും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കില്ലെന്നാണ് യുക്രൈന്റെ നിലപാട്.